നീറ്റ് 2026 ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഔട്ട് ഓഫ് NCERT ഉണ്ടായിരിക്കുമോ അതോ ഇല്ലായിരിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു മാറ്റർ ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ ചർച്ചാ വിഷയമാണല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി ടീച്ചർ മുന്നേയും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, കാണണം. ഇന്നിപ്പോൾ ടീച്ചർ വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഔട്ട് ഓഫ് NCERT ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യപ്പെടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്, ഒരു 5 ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ശരിക്കും അത് ഔട്ട് ഓഫ് NCERT ആണോ അതോ ഡീപ്പായിട്ട് പോയിരിക്കുന്ന ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നീറ്റ് 2023 വന്നൊരു ക്വസ്റ്റ്യനാണ്. ഒന്ന് വായിച്ച് നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ് ഈസ് എ ഫ്രീ ഫ്ലോട്ടിംഗ് നൈട്രജൻ ഫിക്സർ? അപ്പം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിനകത്ത് 2 കാര്യങ്ങൾ നിങ്ങൾ സ്ട്രെസ് ചെയ്തിറങ്ങി ഫോക്കസ് ചെയ്യണം. ഒന്ന് പ്ലാന്റ്സ്, 2 ഫ്രീ ഫ്ലോട്ടിംഗ്. ഓക്കെ, ഇനി ഓപ്ഷൻസ് നോക്കിക്കേ. അനബീന, അസോള, നോസ്റ്റോക്ക്, റൈസോബിയം. ഇതിൽ അസോള എന്ന് പറയുന്ന ഒരു ഓർഗാനിസം അല്ലെങ്കിൽ അങ്ങനെ ഒരു വേർഡ് നമ്മുടെ NCERTയിൽ ഇല്ല. പ്രത്യേകിച്ച് പുതിയ എഡീഷൻ NCERTയിൽ അങ്ങനെ ഒരു വേർഡേ ഒരിടത്തും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ആകെ ഡൗട്ടായി ഈ അസോള എന്ന് പറഞ്ഞാൽ ആരാ, എന്താ, പിന്നെ ആകെ ടെൻഷനായി. നമുക്ക് എന്താ ആ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്നും വായിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് ക്വസ്റ്റ്യൻ ആദ്യം നന്നായിട്ട് വായിച്ച് അതിൽ ആ പ്രധാന പോയിന്റുകൾ ഫോക്കസ് ചെയ്തിട്ട് ഓപ്ഷനിലേക്ക് വരിക. അനബീന, നോസ്റ്റോക്ക്, റൈസോബിയം, ഇത് 3 നൈട്രജൻ ഫിക്സേഴ്സ് ആണെന്ന് നമുക്കറിയാം. നമുക്ക് ടെക്സ്റ്റിനകത്ത് തന്നെ പറയുന്നതാണ്. അനബീനയും നോസ്റ്റോക്കും ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സിങ് സയനോ ബാക്ടീരിയകളാണ്, യു ബാക്ടീരിയ, നോട്ട് ദ പ്ലാന്റ്സ് അല്ലേ. യു ബാക്ടീരിയ മൊണിറൻസ് ആണ്, മൊണിറൻ ആൽഗെ എന്ന് പറയും, ബ്ലൂ ഗ്രീൻ ആൽഗെ. അതുപോലെ തന്നെ അവർക്ക് എന്തും ചെയ്യാം, സിംബയോട്ടിക് അസോസിയേഷനിൽ ഏർപ്പെട്ടിട്ട്, ലൈക്ക് ഈ സൈക്കസിൻ്റെ റൂട്ട്സുമായിട്ടൊക്കെ, കോർലോയിഡ് റൂട്ട്സിലൊക്കെ സിംബയോട്ടിക്കായിട്ട് താമസിച്ച് അവർക്ക് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിലും പഠിക്കുന്നതാണ്. അപ്പോൾ ഒന്നിലധികം ചാപ്റ്ററുകളിൽ നമ്മൾ ഇവരെ ഡീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ റൈസോബിയം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചാപ്റ്ററിൽ വ്യക്തമായി പറയുന്നുണ്ട് അതൊരു യു ബാക്ടീരിയമാണ്. ലെഗ്യൂമിനസ് പ്ലാന്റ്സിൽ സിംബയോട്ടിക്കലി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബാക്ടീരിയകളാണ് യു ബാക്ടീരിയം. പക്ഷെ അവിടെയും റൈസോബിയം എന്നൊരു വേർഡ് അവിടെ പറയുന്നില്ല അല്ലേ. പറയുന്നൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു മുന്നത്തെ എഡീഷനിൽ, നമ്മുടെ പഴയ എഡീഷനിൽ മിനറൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അതിൽ റൈസോബിയത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ അങ്ങനെ ഒരു പേര് പറയുന്നില്ല. ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട് റൂട്ട്സിൽ സിംബയോട്ടിക്കലി അസോസിയേറ്റ് ചെയ്തിട്ട് യു ബാക്ടീരിയകൾ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് അനബീനയും അസോളയും റൈസോബിയവും യു ബാക്ടീരിയ ആണ് എന്നറിയാമെങ്കിൽ തീർച്ചയായിട്ടും പ്ലാന്റ് എന്ന ക്വസ്റ്റ്യനിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു കുട്ടിക്ക്, നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പ്ലാന്റ്സ് എന്നൊരു ടേം ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് അനബീന, അസോള, റൈസോബിയം അവർ യു ബാക്ടീരിയയാണ്. സോ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അസോള എന്താണെന്ന് പോലും അറിയില്ലെങ്കിലും അസോള ആയിരിക്കാം പ്ലാന്റ് എന്ന് പറഞ്ഞ ആൻസറിലേക്ക് വരാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് ആൻസർ ഓപ്ഷൻ ഒരുപക്ഷെ നമുക്കറിയത്തില്ലായിരിക്കും, പക്ഷേ ബാക്കി 3 ഓപ്ഷൻസും നമുക്കറിയാം, കേട്ടിട്ടുണ്ട്, NCERTയിലുണ്ട്. അതല്ല ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിന് ഉറപ്പാക്കാമെങ്കിൽ ശരിക്കുള്ള ആൻസർ ഓപ്ഷൻ എന്താന്ന് പോലും അറിയില്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഓപ്ഷൻ ആൻസറായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെയൊക്കെ ഔട്ട് NCERT ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓക്കെ NCERTയിൽ ഇല്ലാത്ത വേർഡ്സ് ആണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ നല്ലതുപോലെ കോൺസെപ്റ്റ് ക്ലിയറാക്കി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്നതും ഇനി അങ്ങോട്ട് ചോദിക്കാൻ പോകുന്നു. അത് ഒന്നിലധികം ചാപ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യനാണ്. ഇത് തന്നെ ഇപ്പോൾ നോക്കിയേ, പ്ലാന്റ് കിങ്ഡം ഉണ്ട്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അസോള എന്ന് പറയുന്നൊരു വാട്ടർ ഫേൺ ആണ് കേട്ടോ. ഇറ്റ് ഈസ് എൻ അക്വാറ്റിക് ഫേൺ, ടെറിഡോഫൈറ്റ് ആണ്, സ്മോളസ്റ്റ് ഫേൺ ആണ്. ഇറ്റ്സ് എൻ അക്വാറ്റിക് ഫേൺ, ടെറിഡോഫൈറ്റ്. അപ്പോൾ നല്ലതുപോലെ നിങ്ങൾ ശരിക്കും നീറ്റിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലെ ഒരു ടെസ്റ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടോ ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്രത്തോളം ആഴത്തിൽ ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഈവൻ പഠിപ്പിച്ച് തരികയോ പോലും വേണ്ട. പക്ഷേ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ
നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചറിൻ്റെ അടുത്തു നിന്നാണ്, ഒരു മാഷിൻ്റെ അടുത്തു നിന്നാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും മുന്നത്തെ എഡിഷൻ ടെക്സ്റ്റ് ബുക്കിലെ NCERT ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളും ഇപ്പോഴത്തെ NCERTയിലുള്ള ചേഞ്ചസും, അതിനകത്ത് ചില ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ചില ചാപ്റ്റേഴ്സിലെ ചില കണ്ടൻറ്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ സമ്മറിയിൽ അത് ഡിലീറ്റഡ് ആയിട്ടില്ല. അപ്പോൾ അത് വീണ്ടും പഠിക്കേണ്ടി വരും. സോ NCERT തിയറി പോർഷനിൽ എഴുതിയിട്ടില്ലെങ്കിലും സമ്മറിയിൽ അതുണ്ടെങ്കിൽ അത് നിങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അല്ലേ. നല്ലൊരു ടീച്ചറിൻ്റെ അടുത്താണ് നിങ്ങൾ ഇത് പഠിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പാക്കാം ആ തരത്തിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നത്. സോ ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഔട്ട് ടെക്സ്റ്റാണ്, ഇതെന്താ ഇതിങ്ങനെ NCERTയുടെ പുറത്തുനിന്ന് വന്നോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ NEET 2022 വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിക്കേ. ഡ്യൂറിങ് ഫോട്ടോ റെസ്പിറേഷൻ ദ ഓക്സിജനേഷൻ ഓഫ് RUBP ആൻഡ് സബ്സിക്വൻറ്റ് സ്റ്റെപ്സ് ഒക്കർ ഇൻ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി, ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഓപ്ഷൻസ് നോക്കുക. ക്ലോറോപ്ലാസ്റ്റ്, മൈറ്റോകോൺട്രിയ, പെറോക്സിസോം, ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് സൈറ്റോപ്ലാസം, ക്ലോറോപ്ലാസ്റ്റ് ഒള്ളി എന്നൊക്കെയുള്ള ഓപ്ഷൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നമുക്ക് തീർച്ചയായിട്ടും ഔട്ട് NCERT തന്നെയാണ് എന്ന് നമുക്ക് തോന്നും. ചെറുതായിട്ട് NCERTയുടെ പുറത്ത് പോയിട്ടുമുണ്ട്, പക്ഷെ ഒരിക്കലും നമുക്ക് സിലബസിൽ നിന്ന് പോവുകയോ അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്ച്വൽ കാര്യങ്ങളിൽ നിന്ന് പുറത്ത് പോവുകയോ ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നതെന്ന് നോക്കുക. ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റി ചെറിയ ഒരു സെൻറ്റൻസാണ് അല്ലെങ്കിൽ ചെറിയ രീതിയിലാണ് NCERTയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അല്ലേ. ഫോട്ടോ റെസ്പിറേഷൻ C3 പ്ലാന്റ്സിന് ഒരു വേസ്റ്റ് പ്രോസസ്സാണ് എന്നുള്ള രീതിയിൽ മാത്രമാണത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫോട്ടോ റെസ്പിറേഷൻ എവിടെ നടക്കുന്നു അല്ലെങ്കിൽ എത്ര ഓർഗനൽസ് വേണം എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ NCERTയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ദ ഓക്സിജനേഷൻ ഓഫ് RUBP. അപ്പോൾ RUBPയുടെ ഓക്സിജനേഷൻ നടക്കുന്നത് എവിടെ? അപ്പോൾ RUBP എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ് കാണുന്നത് എന്ന് അറിയുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായിട്ട് ഈ ഓപ്ഷനിൽ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളൊരു ഓപ്ഷൻ എടുക്കാം. പക്ഷേ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ പ്രശ്നം എന്താ പറയുക, 4 ഓപ്ഷൻസിലും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ഒൺലി എന്ന് പറയുന്നത് എടുക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും. കാര്യം വേറെ ഓർഗനൽസ് അതിനകത്തുള്ളതായിട്ട് അറിയില്ല. പക്ഷേ സബ്സിക്വൻറ്റ് സ്റ്റെപ്സ് എവിടെ നടക്കുന്നു എന്നുള്ള കാര്യം വരുമ്പോഴാണ് ഈ ഔട്ട് ടെക്സ്റ്റ് അല്ലേന്ന് നമുക്കൊരു ഡൗട്ട് വരുന്നത്. കാര്യം സബ്സിക്വൻറ്റ് സ്റ്റെപ്പുകളെ പറ്റി പറയുന്നില്ല. RUBPയുടെ ഓക്സിജനേഷൻ, ഫോസ്ഫോഗ്ലൈക്കോളേറ്റ് 3PG ഉണ്ടാകുന്നു എന്നൊക്കെ ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ NCERTയിലുണ്ട്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ഒള്ളി എന്നുള്ളത് ചിലപ്പോൾ ചിന്തിച്ച് പോകാം. പക്ഷെ അവിടെയും ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് പഠിപ്പിക്കുമ്പോൾ, എൻട്രൻസ് കോച്ചിങ്ങിന് നിങ്ങൾ പോകുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും NCERTയിൽ ആ സെൻറ്റൻസുകളിൽ ഒതുങ്ങുകയല്ല ചെയ്യുന്നത് അല്ലേ. നമ്മൾ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ തീർച്ചയായിട്ടും അതിനോടൊപ്പം ഫോട്ടോ റെസ്പിറേഷന് 3 ഓർഗനൽസ് ഇൻവോൾവ് ആണ്. അത് ഇന്ന ഓർഗനൽസാണ്, അതായത് ക്ലോറോപ്ലാസ്റ്റ്, പെറോക്സിസോം ആൻഡ് മൈറ്റോകോൺട്രിയ. അതിൻ്റെ സീരീസ്, അതിൻ്റെ ഓർഡറും അതാണ് കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് ക്ലോറോപ്ലാസ്റ്റിൽ, പിന്നുള്ള സ്റ്റെപ്പ് പെറോക്സിസോം, പിന്നത്തെ മൈറ്റോകോൺട്രിയ, വീണ്ടും പെറോക്സിസോം, വീണ്ടും ക്ലോറോപ്ലാസ്റ്റില സൈക്കിൾ എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് ശരിക്കും 2026 എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഔട്ട് NCERT ടെക്സ്റ്റ് വരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒരിക്കലും വരില്ല. നിങ്ങൾ 100% ഉറപ്പാക്കുക. നമുക്ക് ടെക്സ്റ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ലാത്ത ഒരു കോൺസെപ്റ്റിൽ നിന്നൊന്നും ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ വരില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ ഒരു കേസിൽ തന്നെ ഫോട്ടോ റെസ്പിറേഷൻ പഠിക്കുമ്പോൾ അത് എവിടെ നടക്കുന്നു, അതിൻ്റെ സൈറ്റ് എന്താണ്, അതിൽ എത്ര ഓർഗനൽസ് ഉണ്ട് എന്ന് നിർബന്ധമായിട്ടും നമ്മൾ അത് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യനിങ് എന്ന് പറയുമ്പോൾ ഇത്രത്തോളം ഡെപ്തിലൊക്കെ പോകാം, ഇത്രയേ പോവുള്ളൂ, ഇതിനപ്പുറം പോകത്തില്ല. അപ്പം നല്ല ക്ലാസ്സസ് കിട്ടിയ ഒരു കുട്ടിക്ക് അതിൽ യാതൊരു വിഷമവും വിചാരിക്കേണ്ട കാര്യവുമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ NEET 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ: ദ ഓർഗനൈസർ ഇൻ ആംഫിബിയൻ എംബ്രിയോസ് വാസ് ഡിസ്കവേർഡ് ബൈ.
ഓർഗനൈസർ ഇൻ ആംഫിബിയൻ എംബ്രിയോ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ നേരത്തെ കണ്ട 2 ക്വസ്റ്റ്യൻസിൽ നിന്ന് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഈ ഓപ്ഷൻസിൽ നമ്മൾ ഒപ്പാരൻ, ഹാൽഡെയ്ൻ, ഹെർഷയാൻജേസ്, മോർഗൻ ആൻഡ് സ്റ്റർട്ടിവൻറ്റ് ഈ 3 ഓപ്ഷൻസും നമ്മുടെ NCERT-യിലുണ്ട്. പക്ഷേ സ്പെമാൻ ആൻഡ് മാൻഗോൾഡ് എന്ന് പറയുന്ന ആൾക്കാരുടെ പേരോ അവരുടെ എക്സ്പെരിമെൻറ്റോ ഒന്നും തന്നെ ടെക്സ്റ്റിനകത്തില്ല, NCERT-യിലില്ല. അതുകൊണ്ട് തന്നെ ആ വർഷം ഇത് സുവോളജിയിൽ ഔട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതിയായിരുന്നു. പക്ഷേ പരാതിപ്പെടേണ്ട കാര്യം അവിടെ ആക്ച്വലി ഇല്ല. കാരണം ഒപ്പാരൻ ആൻഡ് ഹാൽഡൈൻ്റെ ഇൻവോൾവ്മെൻറ്റ് നമ്മൾ എവല്യൂഷനിൽ പഠിക്കുന്നതാണ്. ഹെർഷയാൻജേസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നമ്മൾ ഏത് ചാപ്റ്റർ പഠിക്കാം, മോളിക്കുലർ ജെനറ്റിക്സിൽ പഠിക്കുന്നതാണ്. മോർഗൻ ആൻഡ് സ്റ്റർട്ടിവൻറ്റ് നമ്മൾ ജെനറ്റിക്സ് 1-ൽ പഠിക്കുന്നതാണ്. അവിടെ ഒന്നും തന്നെ ഈ ആംഫിബിയൻ എംബ്രിയോ എന്ന് പറയുന്ന ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പോലെയാണ് ഇത്. 3 ഓപ്ഷൻസ് ഉറപ്പായിട്ട് ഇതിനകത്ത് ആൻസറായി വരില്ല എന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 4ാമത്തെ ഓപ്ഷൻ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസറായിട്ട് എടുക്കാം. ഇത് ആക്ച്വലി ഇവരുടെ എക്സ്പെരിമെൻ്റ് വഴിയാണ് മനസ്സിലാക്കുന്നത്. എംബ്രിയോയുടെ ചില ഭാഗങ്ങൾ എംബ്രിയോയുടെ തന്നെ മറ്റ് ചില ഭാഗങ്ങളുടെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് ഈ സ്പെമാൻ ആൻഡ് മാൻഗോൾഡ് എക്സ്പെരിമെൻറ്റിൽ പറയുന്നത്. അപ്പോൾ അതൊന്നും തന്നെ അറിയില്ല, അങ്ങനെ ഒരു പേര് പോലും കേട്ടില്ല എങ്കിൽ മറ്റ് 3 ഓപ്ഷൻസ് അതും നോക്കിയാൽ വെവ്വേറെ ചാപ്റ്ററുകളാണ് കണ്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ നമുക്ക് ആൻസർ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബയോളജിയിലെ എല്ലാ ചാപ്റ്ററിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്ന് പറയുന്നത്. കാരണം ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഓപ്ഷൻസ് വരുമ്പോഴത്തേക്കും വേറെ ചാപ്റ്ററുകൾ, ചിലപ്പോൾ വേറെ ചാപ്റ്ററുകൾ കണക്ട് ചെയ്തിട്ടായിരിക്കും ഓപ്ഷൻസ് വരുന്നത്. അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ടീച്ചർ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അത് നീറ്റ് 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. Which part of the human brain is concerned with thermoregulation? തെർമോറെഗുലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിക്കുന്നത് എക്കോളജി ചാപ്റ്റർ, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് തെർമോറെഗുലേഷൻ. പക്ഷേ ഇപ്പോൾ ഈ തെർമോറെഗുലേഷനൊക്കെ വരുന്ന ഒരു പോർഷൻ ഇപ്പോഴത്തെ NCERT-യിൽ ഡിലീറ്റഡ് ആണ്. ഇത് 2019 ആകുമ്പോൾ അന്ന് ഈ പോർഷനും കൂടെ ഉണ്ടായിരുന്നു. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ആ ഒരു ഓർഗാനിസം എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ഉണ്ടായിരുന്നു, ഡിലീറ്റഡ് ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ +2 NCERT-യിൽ പോപ്പുലേഷൻ മുതൽക്കേ ഉള്ളൂ. പക്ഷേ അവിടെയും സമ്മറിയിൽ ഓർഗാനിസം മെൻഷൻ ചെയ്യുന്നുണ്ട്. സമ്മറിയിൽ അത് ഡിലീറ്റഡ് അല്ല. പിന്നെ അതുപോലെ തന്നെ നീറ്റിൻ്റെ പ്രോസ്പെക്ടക്സ് 2025 നീറ്റിൻ്റെ പ്രോസ്പെക്ടക്സ് നോക്കിയാൽ അതിലും ഓർഗാനിസംസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ NCERT-യിൽ ഇല്ലെങ്കിലും, അതായത് പുതിയ എഡീഷൻ NCERT-യിൽ ഇല്ലെങ്കിലും നമ്മൾ ഉറപ്പായിട്ട് പ്രോസ്പെക്ടക്സ് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സമ്മറി നോക്കുക. അപ്പോൾ സമ്മറിയിൽ എന്തെങ്കിലും അതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പഴയ NCERT നോക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പീരിയൻസ്ഡ് ടീച്ചറാണെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരികയും ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ തെർമോറെഗുലേഷൻ എന്നുള്ളത് നമുക്ക് ഹോർമോണൽ കൺട്രോൾ അങ്ങനെയുള്ള ചാപ്റ്ററുകളിലും ഈ ഹൈപ്പോ തലാമസ് ആണ് എന്നുള്ളത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതിപ്പോൾ ഈ തെർമോറെഗുലേഷൻ എന്ന് പറയുന്ന ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ അവിടെയും തെർമോറെഗുലേഷൻ എന്ന് പറയുന്നതല്ലാതെ ഹോമിയോസ്റ്റാസിസ് എന്നുള്ള വേർഡ് മെൻഷൻ ചെയ്യുന്നു, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഹൈപ്പോ തലാമസ് ആണ് തെർമോറെഗുലേറ്ററി ആയിട്ടുള്ള ഒരു പാർട്ട് ഓഫ് ദ ബ്രെയിൻ എന്നുള്ള കാര്യം പറയുന്നില്ല. അതും പഠിപ്പിക്കുമ്പോഴാണ് നമ്മളത് പറഞ്ഞു തരുന്നത്. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും NCERT മാത്രമായിട്ട് ഇതുപോലെ ഇങ്ങനെ വായിച്ച് കാണാതെ പഠിച്ച് നമുക്ക് പോയാൽ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്താലേ ഇത് NCERT-യിൽ നിന്ന് ഒത്തിരി വിട്ട് അല്ല ക്വസ്റ്റ്യൻ, എന്നാൽ NCERT-യിലെ കോൺസെപ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ഞാനിങ്ങനെ എപ്പോഴും എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്നറിയോ, ഇപ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലൊക്കെ തന്നെ പറയുന്നുണ്ട് ഔട്ട് ഓഫ് NCERT വരില്ല എന്ന് പറയാൻ കാര്യം, ഔട്ട് ഓഫ് NCERT വരും എന്നെങ്ങാനും പറഞ്ഞു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഒരുപാട് ബുക്സൊക്കെ എടുത്ത് പഴയ ക്വസ്റ്റ്യൻസൊക്കെ നോക്കി നിങ്ങൾക്ക് യാതൊരു ആവശ്യമില്ലാത്ത ഡെപ്തിലോട്ടൊക്കെ നിങ്ങൾ പോയി അനാവശ്യമായിട്ട് നിങ്ങളുടെ സമയം നിങ്ങൾ കളയും. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും നിങ്ങൾക്ക് സമയം തികയാതെ വരും. ഈ ഔട്ട് ഓഫ് NCERT ബയോളജിയുടെയൊക്കെ ഔട്ട് സിലബസ് എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു ഒരിക്കലും നമുക്ക് അതൊന്നും അതിനുള്ളിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അത്രമാത്രം വാസ്റ്റായിട്ടുള്ള കണ്ടൻറ്റാണ് ബയോളജിയിലുള്ളത്.
അല്ല, എന്തൊക്കെ ഏരിയാസാണ് ബയോളജിയിലുള്ളതെന്ന് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ എന്ത് ഔട്ട് പോയി എന്ത് പഠിക്കുന്ന, അപ്പോൾ അങ്ങനെയൊന്നും ഒരു തെറ്റായ മാർഗത്തിലേക്ക് പോകരുത്. അതായത് ആവശ്യമില്ലാത്ത ബുക്സൊക്കെ എടുത്തു വെച്ച് വായിക്കുന്നു, ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു, അതൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള പോർഷൻസ് വായിക്കാൻ തന്നെ സമയം കുറവാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ വീണ്ടും നിങ്ങൾ ബേർഡൻ എടുത്ത് വയ്ക്കരുത്. അതിൽ ചെയ്യേണ്ടതെല്ലാം ഇങ്ങനെയാണ്. പഠിപ്പിച്ച് തരുന്ന സമയത്ത് NCERT റിലേറ്റ് ചെയ്ത് ടീച്ചർമാർ എന്താണോ പഠിപ്പിച്ച് തരുന്നത് അത് നിർബന്ധമായും ഷോർട്ട് നോട്ട്സോ അല്ലെങ്കിൽ ലെക്ചർ നോട്ട്സായിട്ട് എഴുതി വെച്ച് അതൊരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. അപ്പോൾ ഇവിടെ ആൻസർ വന്നിട്ട് എന്താണ്? ഹൈപ്പോതലാമസ്. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് 2018 നീറ്റിന് വന്ന ഒരു ക്വസ്റ്റ്യനാണ്. ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി കാണും, മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് ആർ ജോയിൻഡ് ബൈ വിച്ച് എൻസൈം? ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. നോക്കിയേ, ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്താണെന്നൊരു വേർഡ് NCERT ഇല്ല. പക്ഷേ ഓപ്ഷൻസ് നോക്കുക. DNA പോളിമറേസ് 1, DNA ലിഗേസ്, DNA പ്രൈമേസ്, RNA പോളിമറേസ്. അപ്പോൾ ഇതെല്ലാം തന്നെ DNA RNA പോളിമറൈസേഷൻ ഭാഗത്ത് വരുന്ന എൻസൈമുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്നൊരു വേർഡ് NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇല്ലെങ്കിലും നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന എല്ലാ കുട്ടികളും, ഇൻറ്റഗ്രേറ്റഡ് സ്റ്റുഡൻസ് ആയാലും റിപ്പീറ്റേഴ്സ് ആയാലും റിപ്പീറ്റേഴ്സ് ആയാലും പറയുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞു തന്നിട്ടുണ്ടാവും DNA റെപ്ലിക്കേഷൻ വരുന്ന സ്ഥലത്ത് ലാഗിങ് സ്ട്രാൻഡൊക്കെ ഉണ്ടാകുന്ന ആ കാര്യം പഠിപ്പിക്കുമ്പോൾ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് നിർബന്ധമായും ടീച്ചർമാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ടെക്സ്റ്റിനകത്ത് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടാണ് ലാഗിങ് സ്ട്രാൻഡിൽ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടാണ് ഉണ്ടാകുന്നത് പുതിയ സ്ട്രാൻഡ് എന്നുള്ള രീതിയിൽ NCERTയിലുണ്ട്. പക്ഷേ ഈ ഒക്കസാക്കി എന്നൊരു വേർഡ് NCERT ഇല്ലെങ്കിലും പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ പറയുന്നത് അത് സ്കിപ്പായി പോയതാവാം, NCERTയിൽ നിന്ന് എങ്ങനെയോ സ്കിപ്പായി പോയതാവാം, വിട്ടുപോയതാവാം. 100% നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് പഠിച്ചിരിക്കണം എന്ന് നിങ്ങളെ പഠിപ്പിച്ച ടീച്ചർമാരും മാഷന്മാരും പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അവിടെ എങ്ങും നമുക്കൊരിക്കലും അത് ഔട്ട് ടെക്സ്റ്റ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടല്ലോ അത് കാരണം നമ്മൾ ഒരുപാട് എക്സ്ട്രാ പഠിക്കേണ്ടി വരുമല്ലോ എന്നൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ അണ്ടർസ്റ്റുഡാണ്. നമുക്ക് ഫ്രാഗ്മെൻറ്റ്സ് എന്ന് NCERTയിലുണ്ടെങ്കിൽ പഠിപ്പിക്കുമ്പോൾ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പഠിപ്പിക്കണം. അപ്പോൾ DNA ഫ്രാഗ്മെൻറ്റ്സ് ജോയിൻ ചെയ്യിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് DNA ലിഗേസ് ആണ് അല്ലേ? ഇവരൊക്കെ പോളിമറൈസേഷൻ എൻസൈമാണ്. അപ്പോൾ ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട് ജോയിൻ. ഇനി ഇതൊന്നുമേ അറിയില്ല, ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിനോ ഒന്നും പോയിട്ടില്ല, ഒന്നും അറിയത്തില്ല, അങ്ങനെ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ പോലും ഒന്നിരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ആൻസറിലേക്ക് വരാം കേട്ടോ. കാര്യം ഫ്രാഗ്മെൻറ്റ്സിനെ ജോയിൻ ചെയ്യിക്കുന്നത് ലിഗേസ് ആണെന്ന് +1 ബയോമോളിക്യൂളിലും പഠിക്കുന്നുണ്ട്, ഈ പറയുന്ന മോളിക്കുലർ ജെനറ്റിക്സിലും പഠിക്കുന്നുണ്ട്. DNA ലിഗേസ്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം പോളിമറേസ് എൻസൈമുകളാണ്, പോളിമറൈസേഷനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ DNA പ്രൈമർ ഉണ്ടാക്കുന്ന എൻസൈമാണ് പ്രൈമേസ്, അല്ലെങ്കിൽ RNA പ്രൈമേസ് ഒക്കെ പ്രൈമർ ഉണ്ടാക്കുന്ന. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ 3 ഓപ്ഷൻസിന് ചേരുന്നതല്ല. അതുകൊണ്ട് നമുക്ക് അറിയില്ലേ പോലും, ഒക്കസാക്കി എന്നൊരു വേർഡ് കേട്ടിട്ടില്ലേ പോലും നമുക്ക് ആൻസർ ചെയ്തിലേക്ക് വരാം, DNA ലിഗേസ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ബയോളജി ക്വസ്റ്റ്യൻസ് ഒറ്റ നോട്ടത്തിൽ ഒരു പക്ഷേ നമുക്ക് ഔട്ട് ഓഫ് ടെക്സ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ നമുക്ക് അറിയില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആ സമയപരിധിക്കുള്ളിൽ നമ്മൾ പഠിച്ച കോൺസെപ്റ്റുകൾ അതിനെ കണക്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? ഇതൊക്കെ 1 മിനിറ്റിനുള്ളിലാണ്. ഒരു ക്വസ്റ്റ്യന് നമ്മൾ 1 മിനിറ്റ് പോലും തികച്ച് ബയോളജിക്ക് കൊടുക്കണ്ട എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതും കൂടെ ഫിസിക്സിന് യൂസ് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ആ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഈ കോൺസെപ്റ്റുകൾ മനസ്സിലൂടെ മിന്നിമയണം എന്നുണ്ട് എങ്കിൽ അത്രമാത്രം തിയറി തറോ ആയിരിക്കണം. അപ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞു ലിഗേസിനെ പറ്റി നമ്മൾ പഠിക്കുന്ന ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ +2 ടോപ്പിക്കിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ബയോമോളിക്യൂൾ എന്ന് പറയുന്ന +1 ടോപ്പിക്കും കൂടെ പെട്ടെന്ന് വരണം. അത്ര തറോ ആയിട്ടായിരിക്കണം നമ്മൾ ചാപ്റ്ററുകൾ പഠിക്കേണ്ടത് കേട്ടോ. എല്ലാ ചാപ്റ്ററും +1 +2 ഇതെല്ലാം തന്നെ തറോ ആയിട്ട് വായിച്ച് പഠിച്ചിട്ട് ഇത് തമ്മിൽ കണക്റ്റ് ചെയ്യിക്കുന്ന രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നിങ്ങൾ കാണുക. മാക്സിമം ആ തരത്തിലുള്ള ക്ലാസ്സസ് കാണുക, കേൾക്കുക. ഓക്കെ. എന്നാലേ നിങ്ങൾക്കും ഏത് രീതിയിലാണത് ചിന്തിക്കേണ്ടത്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസിനെ തമ്മിൽ കണക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോൺസെപ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.